ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു സാധനം എന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അഥവാ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലത്തെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചു കാണത്തില്ല. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ. ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിന് കുക്കറിൽ വെച്ചൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇതുപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറന്തൊലി മാത്രം കളഞ്ഞിട്ട് ബാക്കി ഒന്ന് ചതച്ചെടുക്കുക. ചക്കക്കുരു ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ചതച്ചതേ ഉള്ളൂ. അതിന്റെ ആ കരിന്തൊലിയുടെ കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഗം കളഞ്ഞിട്ട് ബാക്കി ഒന്നും കളഞ്ഞിട്ടില്ല. പിന്നെ കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ചവ്വരിയുടെ വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട്. കുറച്ച് പറങ്ങണ്ടി മുന്തിരിയും കൂടെ വറുത്തും വെച്ചിട്ടുണ്ട്. പറങ്ങണ്ടി മുന്തിരിയും വറുത്ത നെയ്യ് തന്നെയാണ്. ഇതിലേക്ക് ആദ്യം ചവ്വരി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കെട്ടിയാൽ മതിയെ. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇടുവാണ്. നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ്. അത്രയാണ് ഇതിന്റെ ടേസ്റ്റിന്. ഉടയാവുന്നത്രേ ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഈ കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ പാനിയാക്കി ഒഴിക്കാമേ. മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടു. ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാമേ. മൂന്നാം പാൽ എടുക്കുന്നില്ല. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണേ. ഇതും എല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ചെറിയ പീസ് വല്ലതും അതാ ഇതേപോലെ ഉണ്ടെങ്കിൽ വെന്തതായോണ്ട് എളുപ്പം അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ഉടച്ചേക്കാം. ശർക്കര പൊടി ആയതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ പാനിയാക്കി വെക്കുന്നതാണെന്ന് വരില്ല, കുറച്ച് പാനിയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പം ചക്കക്കുരുവും വെന്തതാ, ചവ്വരിയും വെന്തതാണ്. എങ്കിലും ഈ ശർക്കര പാനിക്കകത്തും തേങ്ങയുടെ രണ്ടാം പാലിലും കിടന്ന് കുറച്ചുകൂടി ഒന്ന് വേകുന്ന പോലെ ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ പായസം. നിങ്ങൾ ഒരു തവണയെങ്കിലും ഞാനിപ്പോ എടുത്ത പോലെ കുറച്ച് ചക്കക്കുരു മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ സാധാരണ ചക്കക്കുരു കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ. ഇത്രയും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോ ഒന്നുകൂടെ കുറുകിക്കോളുവേ. ഇപ്പം തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയുടെ ആ വെള്ളം ഉണ്ടല്ലോ, അതുകൂടെ ഒഴിച്ചു. കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഉപ്പ്, ഇനി ഫ്ലെയിം ഓഫ് ആക്കിയേക്കാവേ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പറങ്ങണ്ടി മുന്തിരിയാണ്. ഇനി ഇത് ഇരിക്കുന്നവരും കുറച്ചുകൂടെ കുറുകി വരുവേ. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടിരിക്കുവാൻ. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. വാങ്ങിയ ചൂടോട് തന്നെ ഒഴിച്ചു വെച്ചാൽ മതി. ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചക്കക്കുരു എടുത്തൊന്ന് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരെ മാത്രം പിന്നീട് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണ എല്ലാ പായസങ്ങളും നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്. ഈ ഒരു പായസത്തിന് അത്രയും ടേസ്റ്റ് മറ്റൊരു പായസത്തിനും ഞാൻ ഇതുവരെ ടേസ്റ്റ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഈ പായസം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ എന്നിട്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.